2026 എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ തുടങ്ങുന്നത് 2014 നടന്ന ഒരു സംഭവത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. 2014 ജനുവരിയിൽ ദുബായിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഇറങ്ങിയ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ജനുവരി 10 ഞാൻ തിയേറ്ററിലേക്ക് പോയി. ഞാൻ ഈ പറഞ്ഞു വരുന്നൊരു സിനിമ മലയാളം സിനിമയല്ല, പക്ഷേ ആ സിനിമ ഒന്നാം ദിവസം തന്നെ പോയി കാണാൻ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ആ കാരണം സ്ക്രീനിൽ വന്നു. തിയേറ്റർ നല്ല രീതിയിലൊന്ന് കുലുങ്ങി. ഭയങ്കര ആവേശം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് പോലൊരു സ്ഥലത്ത്, അതും മലയാളി ഓഡിയൻസ് അല്ല, തമിഴ് ഓഡിയൻസ് ആണ്. അപ്പോൾ അവരുടെ ആ ഒരു റിയാക്ഷനൊക്കെ കണ്ടപ്പോൾ സത്യം പറയാൻ ഭയങ്കര രോമാഞ്ചമൊക്കെ വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പം മറ്റൊരാളുടെ എൻട്രി ആയിരുന്നു. തിയേറ്റർ കുലുങ്ങുമല്ല, ശരിക്കും ആ ഒരു സ്പേസ് പൊട്ടിത്തെറിക്കുമായിരുന്നു. അപ്പം സ്ക്രീനിൽ വന്ന ആള് ഇളയ ദളപതി വിജയ്. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഉള്ള നോൺ മലയാളി ആക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് പറയാൻ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: ദളപതി വിജയ്. ഈ വരുന്ന ജനുവരി 9 വിജയുടെ 33 വർഷം നീണ്ട കരിയറിൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമയായിട്ടുള്ള ജനനായകൻ റിലീസാവുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും ഒരുപാട് ഫാൻസ് വളരെയധികം ഇമോഷണൽ ആയിരിക്കുന്ന ഒരു സമയമാണ്. ആ ഫാൻസിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് മലയാളികൾ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പലപ്പോഴായിട്ട് ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മലയാളി വിജയുടെ കാര്യത്തിൽ ഇത്രത്തോളം ഇമോഷണലായി ചിന്തിക്കുന്നത് എന്നുള്ളത്. അതിനുള്ള എൻ്റെ ഒരു ഉത്തരം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യും. വിജയ് എന്നുള്ളൊരു പേര് ഞാനൊക്കെ കേട്ടു തുടങ്ങുന്നത് 1990കളുടെ അവസാനമാണ്. എന്നാൽ തമിഴ്നാട്ടിൽ വിജയ് എന്നുള്ളൊരു ആക്ടർ വളരെ പവർഫുൾ ആയിട്ട് എമേർജ് ചെയ്ത് തുടങ്ങിയ ഒരു സമയം 90കളുടെ മധ്യത്തിലാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1996 ഇറങ്ങിയ പൂവേ ഉനക്കാകെ എന്നുള്ള ആ ഒരു സിനിമ, ആ സിനിമയുടെ സക്സസ് ആണ് വിജയെ തമിഴ് പ്രേക്ഷകർക്കിടയിൽ ഒരു വലിയ സ്റ്റാറാക്കി മാറ്റിയത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനൊക്കെ വിജയെക്കുറിച്ച് കേട്ട് തുടങ്ങിയത് 1990കളുടെ അവസാന കാലഘട്ടത്തിലാണെന്നുള്ളത്. ശരിക്കും ആ സമയത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ, അതിൽ ഒന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഓർമ്മയുണ്ടാവും: തുള്ളാതെ മനവും തുള്ളും. ആ സിനിമയെക്കുറിച്ച് കേൾക്കാത്ത, അല്ലെങ്കിൽ ആ സിനിമയിലെ പാട്ടുകൾ കേൾക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ്. ഇന്നസേ പാടി വരും തുടങ്ങിയിട്ടുള്ള 20 കോടി, അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ, ഗംഭീര പാട്ടുകൾ ആ സിനിമയെ ഭയങ്കര റിച്ചാക്കി. അതിനോടൊപ്പം ആ സിനിമയുടെ കഥ, ട്രീറ്റ്മെൻറ്റ്, സിമ്രാൻ വിജയ് ജോഡിയുടെ പെർഫോമൻസ്, ഇതൊക്കെ ആ ഒരു സിനിമയെ മലയാളികൾക്ക് ഭയങ്കര ക്ലോസ് ആക്കി മാറ്റുകയും അത് കേരളത്തിലും വലിയൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറി എന്നുള്ളതാണ്. അന്ധകാലത്ത് ഒരു റൊമാൻറ്റിക് ഹീറോ ഇമേജുമായിട്ടാണ് വിജയ് വന്നത്. വിജയുടെ റൊമാൻസിനൊപ്പം തന്നെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ വിജയുടെ ഡാൻസ് ആണ്. ശരിക്കും മലയാളി പ്രേക്ഷകർക്ക് ആ ഒരു കാലഘട്ടത്തിൽ മിസ് ചെയ്തിരുന്ന ഒരു ഗംഭീര ഡാൻസറായിട്ടുള്ള, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹീറോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്ക് വിജയ് എന്നുള്ള നടനിലൂടെ കിട്ടിയത്. എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളുള്ളൊരു സിനിമയാണ് ഷാജഹാൻ. 2001 ഇറങ്ങിയ ഷാജഹാനിലെ പാട്ടുകൾ ഇപ്പോഴും പലപ്പോഴും വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ് ആ സിനിമയിലുള്ളത്. അപ്പം ഒരുപാട് റൊമാൻറ്റിക് ഫിലിംസിൽ അഭിനയിക്കുകയും അതിലെ പാട്ടുകൾ ടെലിവിഷൻ മുതലായ മീഡിയംസിലൂടെ ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങിയതോടെ വിജയുടെ പോപ്പുലാരിറ്റി വളരെ പെട്ടെന്ന് തന്നെ വലുതാവാൻ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പാട്ടുകൾ എന്നുള്ളൊരു ഫാക്ടർ, അല്ലെങ്കിൽ ഗംഭീര പാട്ടുകളുള്ള സിനിമകളിൽ ഭാഗമാകുക എന്നുള്ളൊരു ഫാക്ടർ വിജയുടെ കരിയറിനെ വല്ലാതെ പുഷ് ചെയ്തു മുമ്പോട്ട്. ആ ഒരു ഫേസ് നിന്നൊക്കെ മാറിയിട്ട് ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു സ്റ്റേറ്റസിലേക്ക് വിജയനെ എത്തിച്ച ആ ഒരു സിനിമ എന്ന് പറയുന്നത് 2004 ഇറങ്ങിയ ഗില്ലിയാണ്. ഗില്ലിയിൽ അർജുനർ വില്ല്, അല്ലെങ്കിൽ അപ്പടി പോട് എന്നുള്ള പാട്ടുകൾ, അതിനൊപ്പം വിജയുടെ ഡാൻസ്, പിന്നെ അതിലെ ആക്ഷൻ സീക്വൻസസ്, ഇതൊക്കെ ശരിക്കും മലയാളി ഗംഭീരമായിട്ട് തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ആക്ഷൻ സിനിമകളിലെ വിജയുടെ ഗംഭീര പെർഫോമൻസ് തുടങ്ങിയതിന് ശേഷം വിജയ് എന്നുള്ള ഒരു ആക്ടർ ഒരു ഗംഭീര പാക്കേജ് ആണെന്നുള്ള കാര്യം തമിഴ് ഫിലിം മേക്കേഴ്സ് റിയലൈസ് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി വിജയ് സിനിമകൾ ശരിക്കും തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലും ഒപ്പം കേരളത്തിലെ തിയേറ്ററുകളിലും ശരിക്കും സെലിബ്രേഷൻ, തിരുവിഴ, അല്ലെങ്കിൽ ഒരു ആഘോഷം ആയി മാറാൻ തുടങ്ങി. തിയേറ്ററുകളിൽ പോയിട്ട് ഡാൻസ് കളിക്കുക, തിയേറ്ററിൽ വിജയോടൊപ്പം ആ തിയേറ്റർ മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് തിമിർക്കുക എന്നുള്ളത് ശരിക്കും മലയാളി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് വിജയ് സിനിമകളോടൊപ്പമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വിജയുടെ ആക്ഷൻ സ്റ്റാർ എന്നുള്ള എൻട്രി ശരിക്കും ഊട്ടിയുറപ്പിച്ച ഗില്ലിയാണ് എൻ്റെ ഫസ്റ്റ് വിജയ് തിയേറ്റർ എക്സ്പീരിയൻസ്.
അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു. അന്ന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കണ്ടത് ഇപ്പോഴും ഒരു നല്ല ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പോക്കിരിയാണ് ഞാൻ പിന്നെ തിയേറ്ററിൽ പോയി കണ്ട ഒരു വിജയ് ചിത്രം എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്ന സിനിമകൾ ഒട്ടുമിക്ക സിനിമകളും CD-യിലൂടെയായിരുന്നു. കാരണം ആ കാലത്ത് CD വളരെ പോപ്പുലർ ആയിരുന്നു. അപ്പം പല സമയങ്ങളിലും നമുക്ക് തിയേറ്ററിൽ പോകാൻ പറ്റാതിരുന്ന സാഹചര്യങ്ങളിൽ CD-കൾ കൊണ്ട് വിജയുടെ ഇറങ്ങിയിട്ടുള്ള ശിവകാശി, തിരുപ്പാച്ചി ഈ സിനിമകളൊക്കെ കണ്ടത് എനിക്കിപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. ഇടയ്ക്ക് വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വിജയ് ഒന്ന് ട്രാക്ക് മാറ്റി രണ്ടാമത് ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയൊരു സിനിമ എന്ന് പറയുന്നത് 2012 തുപ്പാക്കിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയ് സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുപ്പാക്കി തന്നെയാണ്. വിജയ് എന്നുള്ളൊരു നടനോട് ആരാധകർക്ക് ഒരുപാട് സ്നേഹമുണ്ട്. പല യങ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കും സ്വന്തം ഏട്ടനോട് തോന്നുന്ന രീതിയിലുള്ളൊരു ഇഷ്ടം, സാധാരണക്കാർക്ക് അവരിൽ ഒരാളായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള വിജയുടെ ആ ഇൻട്രാക്ഷൻസ്, അല്ലെങ്കിൽ വളരെ ഹമ്പിളായിട്ട് അദ്ദേഹം ആളുകളോട് ഇടപഴകുന്ന രീതി, ഇതൊക്കെ ശരിക്കും ജനങ്ങളെ വിജയിലേക്ക് വല്ലാണ്ട് അടുപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലാണെങ്കിലും ഇനി സാധാരണഗതിയിൽ അദ്ദേഹം ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ ശരിക്കും മലയാളി ഓഡിയൻസിന് അദ്ദേഹത്തോടുള്ള സ്നേഹം വല്ലാതെ കൂടി കൂട്ടി. പിന്നെ ഒരുപാട് വർഷങ്ങളായി നമ്മൾ വിജയെ കാണാൻ തുടങ്ങിയിട്ട്, ഏകദേശം 10-30 വർഷത്തിലേറെയായി നമ്മൾ ഒരുപാട് വർഷം ഒരു മനുഷ്യനെ കാണുകയും അയാളുടെ സിനിമകൾ വളരെ റിപ്പീറ്റായിട്ട് കാണുകയും പിന്നെ അയാളുടെ സിനിമകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുമ്പോൾ നാച്ചുറലി നമ്മൾ അയാളുമായിട്ട് ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. ഞാനിപ്പോൾ ഇത് പറയുമ്പം കഴിഞ്ഞ കുറേ തിയേറ്റർ എക്സ്പീരിയൻസസ് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ തിയേറ്ററിലെ ഓഡിയൻസിൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണ് അത് എൻജോയ് ചെയ്തതെന്നുള്ളത് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അവസാനിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവാണ് ഒരു പക്ഷേ മലയാളികളെ വല്ലാതെ അങ്ങോട്ട് ഇമോഷണൽ ആക്കുന്നത്. ജനുവരി 9 ശേഷം, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ജനനായകന് ശേഷം നമ്മൾ ഇനിയൊരു വിജയ് സിനിമ കാണില്ല എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഒരു ആവറേജ് മലയാള സിനിമ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, വിജയ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമ ഉപേക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റട്ടെ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സിനിമയിൽ കണ്ട് എൻജോയ് ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിച്ച് നമ്മളിലേക്ക് അദ്ദേഹം വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് നടക്കുമോ ഇല്ലയെന്ന് അറിയില്ല. ബട്ട് വൺ തിങ് ഇസ് ഫോർ ഷുവർ, വി ആർ ഗോയിങ് ടു മിസ് വിജയ് very badly. That's all from Jodas PK. Bye-bye.